ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 31 ശ്ലോകമാണ്. അമൃതാംശുദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വരക ഔഷധം ജഗദസ്സേതു സത്യധർമ്മ പരാക്രമഃ. ഈ ശ്ലോകത്തിലെ നാമധേയങ്ങൾ അമൃതാംശുദ്ഭവ, ഭാനു, ശശബിന്ദു, സുരേശ്വര, ഔഷധം, ജഗദസ്സേതു, സത്യധർമ്മ പരാക്രമ എന്നീ 7 നാമങ്ങളാണ്. ആദ്യത്തെ നാമധേയം അമൃതാംശുദ്ഭവ, അതായത് നമുക്ക് രാത്രിയിൽ ചന്ദ്രഭഗവാൻ എങ്ങനെയാണോ ആ കിരണങ്ങൾ കൊണ്ട് ഈ ഭക്ഷണ സാധനങ്ങൾക്ക് എങ്ങനെയാണോ രസത്തെ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ചെടികൾ, കൊടികൾ, ഫലങ്ങൾ ഇവർക്കെല്ലാവർക്കും ആ രസം ഭഗവാൻ ചന്ദ്രന്റെ രൂപത്തിൽ വന്ന് ആ കിരണങ്ങൾ മൂലമാണ് കൊടുക്കുന്നത്. അതിനെയാണ് അമൃതാംശു എന്ന് പറയുന്നത്. പുരാണങ്ങളിൽ എന്ത് പറയുന്നു എന്നാൽ ഈ ചന്ദ്രൻ ആദ്യം ഈ പാലായി സമുദ്രത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാണ്. പാലായി മദന സമയത്താണ് ചന്ദ്രൻ ഉത്ഭവിച്ചത്. അതിനാൽ ഭഗവാൻ എപ്പോഴും ക്ഷീരസാഗരത്തിൽ ആ അനന്തന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നു, ശയനിക്കുന്നു. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ആ ചന്ദ്രന്റെ രൂപത്തിൽ നമുക്ക് വന്നിരിക്കുന്നത്. അതിനാൽ ചന്ദ്രന് മതി എന്ന നാമധേയവുമുണ്ട്. ചന്ദ്രൻ ഏതൊരു വിജ്ഞാനത്തിൻ്റെയും ആ ഒരു നാമത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ജ്ഞാനത്തോടെ എഴുന്നേൽക്കുന്നത്, അത് ഒരു രാത്രി നല്ല അഗാഢ നിഗൂഢ നിദ്രയ്ക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു ഉണർവ്, അത് വളരെ ഏറെ സാത്വിക ഗുണത്തോട് കൂടിയതാണ്. ആ ഒരു നല്ല ഗുണത്തെ ദേവ എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ മനസ്സിൽ രാക്ഷസ ഗുണം എപ്പോഴാണോ വരുന്നത്, അതിന് അസുര ഗുണം എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണോ ദിനത്തിൽ സൂര്യഭഗവാൻ തൻ്റെ ആ ഒരു ഊർജസ്വം കൊണ്ട് എങ്ങനെയാണോ എല്ലാ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾക്കും സഹായിക്കുന്നത്, അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന് ചന്ദ്രന്റെ കിരണങ്ങളും അത്യാവശ്യമാണ്. അതിനാൽ ഭഗവാന് അമൃതാംശുദ്ഭവ എന്ന നാമധേയം ചന്ദ്രഭഗവാനിലൂടെ നമുക്ക് തരുന്നു. അടുത്ത നാമധേയം ഭാനു എന്നാണ്. ഭാനു എന്നാൽ സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെ ഭഗവാൻ എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ സൃഷ്ടിക്കും അതിനെ പരിപാലിക്കുന്നതിനും, അതുപോലെ ഒരു യുഗത്തിന്റെ അവസാനത്തിൽ പ്രളയം സംഭവിക്കുമ്പോൾ എല്ലാം നശിപ്പിക്കുന്നതിനും സ്വന്തമായിട്ടുള്ള ശക്തിയാണ് ഉപയോഗിക്കുന്നത്. അത് ഭഗവാൻ സൂര്യന്റെ രൂപത്തിലായാലും ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് എല്ലാ രൂപത്തിലായാലും അത് ഭഗവാൻ വേറൊരു ശക്തിയെ ആശ്രയിക്കുന്നില്ല. അതിനാൽ ഭഗവാന് ഭാനു എന്ന നാമധേയം. അടുത്ത നാമധേയം ശശബിന്ദു എന്നാണ്. ശശ എന്ന് പറഞ്ഞാൽ ഒരു മുയൽക്കുട്ടി എന്നർത്ഥം. ബിന്ദു എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗന്ദര്യത്തെ കുറിക്കുന്ന ആ ഒരു കുത്തിനെ പറയുന്നു. അപ്പോൾ എങ്ങനെയാണോ ഒരു ചന്ദ്രന്റെ ആ ഒരു നോട്ടത്തിൽ ഒരു മുയൽ കുഞ്ഞിന്റെ ഒരു ബിന്ദുവിനെ പോലെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഭഗവാനും എല്ലാവർക്കും പോഷകമായിട്ടുള്ള ഒരു വളർച്ച കൊടുക്കുവാനായി ഈ ചന്ദ്രനിൽ ആ ഒരു സാരത്തെ കൊടുത്തിരിക്കുന്നു. അതിനാൽ ഭഗവാന് ശശബിന്ദു എന്ന നാമധേയം. അടുത്ത നാമധേയം സുരേശ്വര എന്നാണ്. സുര എന്നാൽ ദേവന്മാർ എന്നർത്ഥം. ഈശ്വര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അധിപനായിട്ടുള്ള ഒരുത്തരെ ഈശ്വര എന്ന് പറയുന്നു. അപ്പോൾ സുരേശ്വര എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാർക്കും അധിപനായിട്ടുള്ള ഭഗവാനെ സുരേശ്വര എന്ന് പറയുന്നു. അതുപോലെ സു എന്ന് പറഞ്ഞാൽ വളരെ അധികമായിട്ടുള്ളതിനെ പറയുന്നു. രാ എന്ന് പറഞ്ഞാൽ ആരാണോ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് അവരെ രാ എന്ന് പറയുന്നു. അപ്പോൾ സുര എന്ന് പറഞ്ഞാൽ ഏതൊരു ദേവനാണോ മറ്റുള്ളവർക്ക് ധാരാളമായി കൊടുക്കുന്ന ആ ഒരു നിലയിലുള്ളത് അവരെ ദേവ എന്ന് പറയുന്നു. അപ്പോൾ ഈശ്വരൻ മറ്റുള്ള ഏതൊരു ഭക്തനും
അവർക്ക് മനസ്സിൽ എന്ത് ആലോചിക്കുന്നുവോ, അവരുടെ ലക്ഷ്യം എന്താണോ അത് സാധിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ശക്തിയാണ്. അതിനാൽ ഭഗവാൻ വിഷ്ണുവിന് സുരേശ്വര എന്ന നാമധേയം. അടുത്ത നാമധേയം ഔഷധം എന്നാണ്. ഔഷധം എന്നാൽ മരുന്നാണ്. അതായത് ഭഗവാനാണ് ദൈവികമായിട്ടുള്ള ഏതൊരു അസുഖത്തെയും മാറ്റുന്ന മരുന്ന്. അതായത് സംസാരത്തിൽ അങ്ങനെ ഉരുകുന്ന ഏതൊരു സങ്കടത്തെയും മാറ്റുവാൻ ഭഗവാന് സാധിക്കും. അതായത് എന്തെങ്കിലും തെറ്റായി പോകുന്നുവോ, അതല്ലെങ്കിൽ നമ്മുടെ ജീവാത്മാവിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്, ബുദ്ധിക്ക് എന്തെങ്കിലും ഒരു വിഷമം തട്ടുന്നുവോ, ആ സമയത്ത് ഭഗവാൻ അന്തര്യാമത്തിൽ നിന്നും നമ്മളെ സഹായിക്കുന്നു. ഏതൊരു ശരീരത്തിലെ ഒരു സങ്കടത്തെയും മാറ്റുവാൻ ഭഗവാന്റെ ഈ സഹസ്രനാമത്തിന് ശക്തിയുണ്ട്. അത് മുൻപ് ഭഗവാൻ എങ്ങനെയാണോ ഒരു പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുന്ന ആ ഒരു സൃഷ്ടികളെ ഒരു കുറവുമില്ലാതെ സൃഷ്ടിക്കുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ വൈദ്യന്മാർ ഒരു ഏതെങ്കിലും ഒരു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വിഷ്ണു സഹസ്രനാമം എന്ന മരുന്നും കൂടെ ചേർക്കുന്നു. ഇത് ഇത്രത്തോളം ജപിക്കുകയാണെങ്കിൽ ആ ഒരു നാമത്തിൻ്റെ ശക്തി കാരണം ഏതൊരു അസുഖത്തെയും മാറ്റുവാൻ സാധ്യമാണ്. അടുത്ത നാമധേയം ജഗത സേതു. ജഗത്ത് എന്നാൽ ഈ പ്രപഞ്ചം എന്നർത്ഥം. സേതു എന്ന് പറഞ്ഞാൽ ഏതൊരു രണ്ട് സ്ഥലത്തെയും ബന്ധിപ്പിക്കുവാൻ സാധ്യമുള്ളത് ഏതാണോ അതിനെ സേതു എന്ന് പറയുന്നു. അതായത് നമ്മുടെ രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചപ്പോൾ ഈ ഒരു സേതുവിനെ ഉണ്ടാക്കുകയും അങ്ങനെ ഭഗവാൻ ആ ഒരു സന്തോഷത്തിന്, അതായത് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ബന്ധനത്തെ ഏർപ്പെടുത്തുകയും അതിലൂടെ പൂർണ്ണതയിലേക്ക് വന്ന് ഒരു സന്തോഷത്തെ കൊടുക്കുകയും ചെയ്തു. അതിനാലാണ് ഭഗവാന് ജഗത് സേതു എന്ന നാമധേയം. എല്ലാ ജഗത്തിലെ സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുവാൻ ഭഗവാന് സാധ്യമാണ്. അതിനാൽ ഭഗവാന് ജഗത് സേതു എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് സത്യധർമ്മ പരാക്രമ. സത്യം എന്നാൽ ഏതൊരു കാര്യം നടക്കുമ്പോഴും അവിടെ നിലനിൽക്കുന്ന ഒരു സത്യത്തെ സത്യം എന്ന് പറയുന്നു. ധർമ്മ എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ ഒരു നിയമത്തെ ധർമ്മ എന്ന് പറയുന്നു. അതുപോലെ പരാക്രമ എന്ന് പറഞ്ഞാൽ ഒരു നേതാവിൻ്റെ ഒരു പ്രവൃത്തിയെ പരാക്രമ എന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴും ജയിക്കുന്ന ഒരു സൃഷ്ടി ഈ സത്യത്തെയും ധർമ്മത്തെയും മാത്രം കൈക്കൊണ്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ്. അതായത് ആരാണോ ഈ ഒരു തെറ്റിൽ നിന്നും അധർമ്മത്തിൽ നിന്നും പൊരുതി ഈ ധർമ്മത്തെയും പവിത്രതയും കാത്തു രക്ഷിക്കുന്നത് അവർക്ക് സത്യധർമ്മ പരാക്രമ എന്ന നാമധേയം. ഭഗവാൻ എപ്പോഴും ധർമ്മത്തെ കാത്തുരക്ഷിക്കുവാനായി പല അവതാരങ്ങൾ എടുത്ത് ആ ഒരു ധർമ്മത്തെ പരിപാലിക്കുന്നതിനാൽ ഭഗവാന് സത്യധർമ്മ പരാക്രമ എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ നാമധേയങ്ങൾ അമൃതാംശുദ്ഭവ, ഭാനു, ശശബിന്ദു, സുരേശ്വര, ഔഷധം, ജഗതസേതു, സത്യധർമ്മ പരാക്രമ എന്നീ 7 നാമങ്ങളാണ്. അമൃതാംശുദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വരഃ ഔഷധം ജഗതസേതു സത്യധർമ്മ പരാക്രമഃ. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.